ഹരിദ്വാറിലെ സ്നാനഘട്ടങ്ങളിൽ അഹിന്ദുക്കൾ പ്രവേശിക്കുന്നത് തടയാൻ ഉത്തരാഖണ്ഡ് സർക്കാർ നീക്കം ആരംഭിച്ചതായി റിപ്പോർട്ട്. ഹരിദ്വാറിലെ 105 സ്നാനഘട്ടങ്ങളിൽ ഈ അഹിന്ദുക്കൾ പ്രവേശിക്കുന്നത് തടയുന്നതിന് ഉള്ള നീക്കമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ ആരംഭിച്ചിരിക്കുന്നതായി ഈ റിപ്പോർട്ടിൽ വിശദീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഗംഗാസഭയും അതുപോലെ തന്നെ ഹരിദ്വാറിലെ ചില സന്യാസികളും ഈ സർക്കാരിനോട് അഹിന്ദുക്കളെ ഈ ഹരിദ്വാറിലെ സ്നാനഘട്ടങ്ങളിൽ പ്രവേശിക്കുന്നത് വിലക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ ഇത് സംബന്ധിച്ചുള്ള നീക്കം നടത്തുന്നതായി ഒരു ദേശീയ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വരുന്ന 14-ന്, അതായത് ജനുവരി 14-നാണ് മകരസംക്രാന്തി. അന്നാണ് ഈ അർദ്ധകുംഭം ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഈ നിരോധനം നടപ്പാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുള്ളതെന്നും ഈ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ ഒരു ഉത്തരവ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല, പക്ഷേ അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തിറങ്ങുമെന്നാണ് സൂചന. ഇതിനിടെ ഈ ഹരിദ്വാറിനെയും തൊട്ടടുത്തുള്ള ഋഷികേശിനെയും പുണ്യ നഗരങ്ങളായി പ്രഖ്യാപിക്കുവാനും ഉത്തരാഖണ്ഡ് സർക്കാർ ആലോചിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള തീരുമാനവും ഈ 14-ാം തീയതി മകരസംക്രാന്തി ആരംഭിക്കുന്ന, അതായത് അർദ്ധകുംഭം ആരംഭിക്കുന്ന ദിവസം മുതൽ ദിവസത്തിന് തൊട്ട് മുമ്പ് തന്നെ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ ഹരിദ്വാറിൽ പണ്ട് ഈ അഹിന്ദുക്കൾ പ്രവേശിക്കുന്നതിന് തന്നെ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെന്നാണ്. സ്ഥിരമായി അവർ അവിടെ വരുന്ന താമസിക്കുന്നതിനെതിരെ ചില ഈ കരാറുകളൊക്കെ ഉണ്ടായിരുന്നുവെന്നാണ് ഈ സന്യാസിമാർ അവകാശപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഗംഗാസഭയും അന്നത്തെ ഭരണകൂടവും തമ്മിലുണ്ടായിരുന്ന ചില ഈ കരാറുകളുടെ പേരിലായിരുന്നു ഇപ്പോൾ ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഉത്തരാഖണ്ഡ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തിറക്കുമെന്നും ഒരു ദേശീയ മാധ്യമം ഇന്ന് ചെയ്ത റിപ്പോർട്ടിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.